ആ സിദ്ധു, എന്താ എടാ ഈ ഫോണിലെ ഫോട്ടോ എടുക്കണത് എങ്ങനെയാണെന്ന് അച്ഛനൊന്ന് പഠിപ്പിച്ചെന്ന്. ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണോ? ആ, അച്ഛൻ KCBയിൽ ആരാന്നാ പറയുന്നത്? അസിസ്റ്റന്റ് എഞ്ചിനീയർ. എന്നിട്ട് ഫോണിൽ ഫോട്ടോ എടുക്കാൻ പോലും അറിയില്ലേ? അല്ലടാ, ഇതിപ്പോ പുതിയ ടെക്നോളജിയിൽ എങ്ങനെയാണ് എടുക്കണേന്ന് എനിക്ക് വലിയ പിടിയില്ല. ഈ പിള്ളേർ ഇങ്ങനെ ഫോൺ തലതിരിച്ച് പിടിച്ച് ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ എന്താണ്, ഫിൽറ്റർ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ നിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ നിന്നെ കാണൂല, പുറവശത്ത് കാണും. അങ്ങനെയല്ല, നിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ നിന്നെ തെളിഞ്ഞ് കാണും, ബാക്കിലൊക്കെ ബ്ലറായിരിക്കും. ഇങ്ങനത്തെ കുറെ ടെക്നിക്കുകളുണ്ട്. അച്ഛക്ക് ഒന്ന് പഠിപ്പിച്ചാടാ. അല്ല അച്ഛൻ ഇപ്പൊ എന്തിനാ ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ എടുക്കണേ? അത് പറ. അല്ല, കാലം മാറുമ്പോ നമ്മൾ അതിന്റെ പുറകെ അതിനൊപ്പം മാറണമല്ലോ, അതിനു വേണ്ടിട്ടാ. അച്ഛ അതല്ല, ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക്. പിന്നെ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കും ചെയ്തു തരാം. അച്ഛനൊരു കാര്യം പറഞ്ഞപ്പോ നിനക്ക് തിരക്കാണല്ലേ, എന്നോട് ഇങ്ങനെ തന്നെ കാണിക്കണോടാ. ചെറുപ്പത്തിലെ സ്വിച്ച് ഇട്ടപ്പോ ബൾബ് കത്തണം കണ്ടിട്ട് അത്ഭുതത്തോടെ നീ ചോദിച്ചു, അച്ഛാ എന്താണത്? അപ്പൊ അച്ഛൻ അത് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി. എന്ത്? കറണ്ട് ഉണ്ടാകുന്ന അത് തുടങ്ങിയിട്ട് ഈ സാധനം കത്തുന്നത് വരെ ഞാൻ നിനക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. 2.5 മണിക്കൂർ ക്ലാസ് ആയിരുന്നു അന്ന് നീ അറ്റൻഡ് ചെയ്തത്. ഇതൊക്കെ എപ്പോ അച്ഛാ? നിന്റെ 3ാമത്തെ വയസ്സിൽ. ആ, എനിക്ക് ഒരാവശ്യം വന്നപ്പോ, ഒരു സംശയം വന്നപ്പോ നിനക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ വരാം. വേണ്ട, ഞാൻ വരും. വേണ്ടത് വന്നു. എന്നാ വാ, പോയിട്ട് വരാമേ. ബൈ. അദ്ദേഹത്തിന്റെ അച്ഛൻ വിളിച്ചപ്പോ കൂടെ പോയി. കുഴിപ്പള്ളത്തെ അച്ഛന്റെ കൂടെ സിദ്ധു അളിയൻ പുറത്തേക്ക് പോയി. മനുഷ്യനെ പറഞ്ഞു പറ്റിക്കാൻ. ലച്ചം ടക്കിനെ മാറിയടാ. സാരി ഉടുക്കുന്നു മാറുന്നു, സാരി ഉടുക്കുന്നു മാറുന്നു. എന്താ 5G അത്? നിന്റെ അളിയെത്തിയില്ലേ? അളിയനെത്തിയില്ല. അളിയാ, അച്ഛന്റെ ഒരു കാര്യം. അടുത്ത് വരരുത്, അവിടെ നിന്നോളണം. ഫോട്ടോ എടുക്കാൻ പോവാം. ഞാനിപ്പോ ഫ്രീ ഫോട്ടോ എടുക്കാം. ഞാൻ ഫ്രീ അല്ല, എനിക്ക് ഫോട്ടോയും വേണ്ട. ഒന്നും പറയണ്ട. ഞങ്ങളോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ അച്ഛൻ എന്റെ അടുത്ത് വന്നിട്ട് അച്ഛന് ഫോണിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് അച്ഛനോട് പോസ്റ്റ് ആയി പോയതാ. ആയിക്കോട്ടെ, ഇതൊക്കെ എന്റെ അടുത്ത് പറയണ എന്തിനാ? എനിക്ക് കേൾക്കൊന്നും വേണ്ട. നീ എന്താ വെച്ചാൽ കാണിക്കപ്പോ. അല്ല, നിങ്ങൾ എവിടെ പോവാ? നിനക്കെല്ലാം അറിയണോ? അറിയണോന്ന് അങ്ങനൊന്നുമില്ല, പിന്നെ അറിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലേ. പോടാ. അളെ ഇത്രയും താണ് കേണാണെന്ന് വിളിക്കല്ലേ, എങ്ങോട്ടാ വെച്ചാ പോ. എനിക്ക് സൗകര്യം 2 തവണ ഞാൻ സാരി എടുത്തു വന്ന് കുറച്ച് സമയത്തേക്കും നീ മുങ്ങും. എന്താ? ഫോട്ടോ എടുക്കാം. വേണ്ട. വാ, ഫോട്ടോ എടുക്കാം. ഇനി മുങ്ങോ? എവിടെ മുങ്ങ? ഇവിടെ ഉണ്ടാവും. ഉറപ്പാണോ? പക്ക. അളെ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അളെ എന്നോട് ഇനി വാ തുറന്ന് നിന്റെ പല്ലടിച്ച് ഞാൻ താഴെ ഇടും. സിധു, ഒരു 5 മിനിറ്റ് പെട്ടെന്ന് സാരി എടുത്തിട്ട് തരാം. മുങ്ങരുത്. ഇല്ല. 1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ, നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.